ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് നല്ല ചെറിയ മത്തി പറ്റിച്ചതാണ്. നല്ല ടേസ്റ്റാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ 500 ഗ്രാം ചെറിയ മത്തി എടുത്തിട്ടുണ്ട്. ഇത് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് മത്തിക്കറിയൊക്കെ വെക്കാൻ നല്ലത്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 6 7 ചെറിയ ഉള്ളി വലുത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. ഒരു 6 7 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഉണക്കമുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും മുളകും എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് കുറച്ച് കുറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ പച്ചമുളകും ഉണക്കമുളകും ഒക്കെ ചേർത്തുകൊണ്ട് കൂടുതൽ മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല. 500 ഗ്രാം മത്തിയല്ലേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ തലയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 300 350 ഗ്രാമേ കാണുള്ളൂ. ഇതിൻ്റെ ആ മുളക് പൊടീൻ്റെ ആ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. തക്കാളി എപ്പോഴും മീൻകറി വെക്കുമ്പോൾ ഒരു കുറച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അതൊക്കെ നല്ലപോലെ ഒന്ന് അതിൽ അലിഞ്ഞ് വരട്ടെ. തക്കാളിയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളി ചേർക്കുന്നത് വാളംപുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ മത്തിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാനുള്ള. ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ മീനില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയൊക്കെ മേലെ വരും പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് മൂടി വയ്ക്കാം. ഇത് ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കി മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്താ വെച്ചാൽ അടി പിടിക്കുന്നത് നോക്കണം. അധികം വെള്ളം വെക്കുന്നില്ലല്ലോ. നമ്മുടെ മത്തിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇത് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. മെല്ലെ ഒന്ന് ഇതെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും അങ്ങനെ ചേർക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഇത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.